ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വിത്ത് ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോട്ടെ. ഇവിടെ ആദ്യം നമ്മുടെ ആര്യനും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ആതിര ഇന്നലെ പാവം മോഷ്ടിച്ചിട്ട് അത് റിഗ്രറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ആര്യൻ്റെ അല്ല, അക്ബറിൻ്റെ. അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അക്ബറിനോടും പറഞ്ഞു, ആര്യനോടും പറഞ്ഞു. അപ്പോൾ ആര്യം പറയുന്നത് അതൊന്നും സാരമില്ല, അത് ഗെയിമിൻ്റെ ഭാഗമായിട്ടില്ല, നീ അത് റിഗ്രറ്റ് ചെയ്യില്ല. ലാലേട്ടൻ വന്ന് ആ എപ്പിസോഡ് നമുക്ക് അത് വീഡിയോ കാണിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ചമ്മ, നീ അത് വിഷമിക്കേണ്ട, അത് ഗെയിമാണ്. ഇപ്പം അനുമോള് നോക്കിയപ്പോൾ ഇവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു. അതുപോലെ എന്നെ ജിസേനെ കുറിച്ച് പറഞ്ഞു. അനുമോള് ശരിക്കും ഒരു പാവമാണ്, എനിക്കറിയാതെ. പക്ഷേ ഇതൊക്കെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെക്കുറിച്ച് പറഞ്ഞതാണ്. അപ്പം ശരിക്കും ഞാൻ അനുമോളടുത്ത് മിണ്ടാനേ പാടില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെയാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ അതൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗമാണ്. അവൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവൾ ഇങ്ങനെയൊന്നുമല്ല ക്യാരക്ടറിന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ അവളുടെ അടുത്ത് ഒരു പകയ വിദ്വേഷമൊന്നും വെക്കാത്തത്. അതുപോലെ തന്നെ അവൾ ചപ്പാത്തിയുടെ വായിൽ കുത്തി നിറച്ചിരുന്ന് തിന്നു നെവിന് കൊടുക്കാതെ. അപ്പോൾ അതും അവളൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവൾ ചെയ്തതാണ്. അല്ലാതെ അവൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാത്തവളോ ഒന്നുമല്ല. അവളെ ക്യാരക്ടറേ അല്ല, അവൾ മാറിപ്പോയതാണ്. അതുപോലെ ആദില നീ ആയാലും അങ്ങനെയൊക്കെ തന്നെയല്ലേ. മറ്റുള്ളവരുടെ അടുത്ത് ദേഷ്യം പിടിച്ചാൽ നമ്മൾ മിണ്ടി പോകുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല. നമ്മൾ ഒരു ഹൗസിൽ താമസിക്കുന്നവരല്ലേ, അതിനെക്കുറിച്ചൊന്നും ബോധേഡാവുകയും വേണ്ട, വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ആര്യൻ ആദിലനെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ ആവശ്യകതയില്ല. ആദില ചെയ്തത് തെറ്റ് തന്നെയാണ്. ഇന്നലെ ചെയ്തത് ഒരാളുടെ ഗെയിമിനെ അടിച്ച് താഴ്ത്തി കളഞ്ഞു. അക്ബർ ഒട്ടുമല്ലാതായിപ്പോയി. ഗെയിമിനെ അടിച്ച് താഴ്ത്തിയത് ആദില കട്ടെടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിനെ ന്യായീകരിക്കാൻ